മനസ്സിലായി ഒരു സിനിമ എന്ന് പറഞ്ഞ സ്വപ്നം വന്ന ആ ഒരു കാലഘട്ടം, അതിന് മുമ്പുള്ള ജീവിതം ഒന്ന് പറയൂ. സിനിമ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു ആദ്യം. അപ്പോൾ ഒരു ദിവസം കളിക്കാൻ പോകരുത്, എന്തെങ്കിലും അടി കൊള്ളും അല്ലെങ്കിൽ കേട് പറ്റുമെന്നൊക്കെ പറഞ്ഞ് ഫാദർ വഴക്ക് പറയും. അപ്പോൾ ഒരു ദിവസം ഞാൻ തട്ടി വീണ് എൻ്റെ തള്ളുവിരൽ ഇങ്ങനെ മടങ്ങിപ്പോയി. അപ്പോൾ അന്ന് എനിക്കൊരു അന്ന് ഞാനൊരു 8th പഠിക്കുമ്പോഴാണ്, 8th അല്ല 7th പഠിക്കുമ്പോഴാണ്. എറണാകുളം. കൊച്ചിൻ ഹനീഫയാണ്. അതെ, കൊച്ചിൻ കോർപ്പറേഷൻ. എന്നിട്ട് വീണ പറഞ്ഞ ഫാദർ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ച് ഇതിപ്പോൾ നിർത്തിക്കളഞ്ഞാൽ പിന്നെ വേറെ എന്താ പണി. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ സ്കൂളിലൊരു ആനിവേഴ്സറിക്ക് അവിടുത്തെ ഒരു നാടകം സെറ്റപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ് കുറേ ആർട്ടിസ്റ്റുകളൊക്കെ വേണമെന്നൊക്കെ രീതിയിൽ ഞാനൊക്കെ ചെന്നു. പക്ഷേ എന്നെ എടുത്തില്ല. ശരി. എടുത്തില്ല എന്ന് പറഞ്ഞാൽ എന്നെ എടുത്തില്ല. കാരണം ഞാൻ അങ്ങനെ ഒന്നും കാണിച്ചിട്ടില്ല, അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒന്നുമില്ല, എന്നെ എടുത്തില്ല. ഇതെനിക്കൊരു വാശിയായി. അടുത്ത യൂത്ത് ഫെസ്റ്റിവലിൽ നമ്മളിത് അപ്പോൾ ആരുടെ അടുത്ത് പോകണ്ടല്ലോ, നമ്മൾ ഒരേ നാടൻ മത്സരമല്ലേ. അങ്ങനെ ഞാൻ അങ്ങ് കയറി. അടുത്ത് ഫസ്റ്റ് യൂസ് ഞാൻ 14 വയസ്സ് കാണില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ അഭിനയിച്ച ആദ്യത്തെ റോൾ എന്ന് പറഞ്ഞാൽ ഹൈദരാലി എന്ന 60 വയസ്സുകാരനാണ്, ടിപ്പു സുൽത്താൻ്റെ ഫാദർ. അപ്പം തന്നെ എനിക്ക് ഞാൻ തന്നെ എടുത്തു. പിന്നെ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തുണ്ടായിരുന്നു എൻ്റെ അന്ന് നാടകത്തിൽ എനിക്ക് ഇൻസ്ട്രക്ഷനൊക്കെ നടത്തുന്ന അമീർ ജാൻ എന്ന് പറഞ്ഞിട്ടൊരു ഒരു അയൽവാസി ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ നമ്മളന്ന് അതിനെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. പിന്നീടുള്ള കുറച്ച് നാടകങ്ങൾ പുള്ളി എന്നെ പറഞ്ഞു തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തന്നെ, ഞങ്ങളെല്ലാവരും തന്നെ അങ്ങനെ ഡയറക്ടറിനൊന്നുമില്ല. ഇന്ന് ഗ്രീൻ ഹൗസ് അവതരിപ്പിക്കുന്ന എന്നാ പറയുള്ളൂ സ്കൂളിൽ. ഞാൻ കണ്ടിന്യൂസ് ബെസ്റ്റ് ആക്ടറായിരുന്നു 5 വർഷം അവിടെ. അന്ന് ഞാൻ ശിവജിയെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ വേലുത്തമ്പി ദളവ, ഒഥല്ലോ, റസ്തം, ഹൈദരാലി, ഇങ്ങനെയുള്ള ഹിസ്റ്റോറിക്കൽ ക്യാരക്ടേഴ്സ്. കാരണം അന്ന് ഈ കളർ ലൈറ്റൊക്കെ വെച്ചിട്ട് ഈ ആളുടെ പെരട്ടി 4 ചിരിയൊക്കെ ചിരിച്ച് സംഗതി ബെസ്റ്റ് ആക്ടർ കയ്യിൽ വരും. അങ്ങനെ വന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ കോളേജിൽ വന്ന് ഫസ്റ്റ് ഇയർ തന്നെ ഞാൻ ബെസ്റ്റ് ആക്ടർ വാങ്ങിച്ചു. കോളേജ് ഫസ്റ്റ് ഇയർ ഞാൻ സെൻറ് ആൽബർട്ട്സ് കോളേജ് ആയിരുന്നു. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് അവിടെ തന്നെ. അപ്പോൾ ഡിഗ്രിക്ക് വന്ന ഉടനെ ഞാൻ ആദ്യം ഒഥല്ലോയാണ് അവതരിപ്പിച്ചപ്പോൾ എല്ലാവരും കൂടി ഇയാൾക്ക് ഈ രാജാപാട്ട് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അവിടെ ഞാൻ അതങ്ങ് നിർത്തി. എന്നിട്ട് പിന്നെ സോഷ്യൽ നാടകങ്ങൾ കയറി. അവിടെയും ഞാൻ 4 വർഷം കണ്ടിന്യൂസ് ബെസ്റ്റ് ആക്ടറായിരുന്നു. 5ാമത്തെ വർഷം ഞാൻ ആർട്സ് സബ് സെക്രട്ടറി ആയതിൻ്റെ വരെ എനിക്ക് മത്സരിക്കാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ ഫൈനലിൽ വന്നപ്പോഴാണ് ഞാൻ 73-72 അപ്പോഴേ സിനിമ എന്നുള്ളൊരു സ്വപ്നം മനസ്സിലുണ്ടായി. സിനിമ ഒരു വലിയ സിനിമാ നടനാകണമെന്നില്ല, ഇടയ്ക്ക് സിനിമയിലൊന്ന് തല കാണിക്കണം, അത്രേ ഉള്ളൂ. പറയാറുണ്ട് ഇങ്ങനെ സിനിമയിലൊക്കെ എനിക്ക് എന്നെ വിളിച്ചിങ്ങനെ തരികയായിരുന്നു. അങ്ങനെയൊന്നുമില്ല, നമുക്ക് ആഗ്രഹം കൊണ്ടായിരുന്നു. പക്ഷെ എന്നെ ആക്ച്വലി വിളിച്ചതാണ്. കാരണം ഞാൻ കേരള യൂണിവേഴ്സിറ്റി ബെസ്റ്റ് മോണോ ആക്ടർ ആയിരുന്നു. അപ്പോൾ അതിന്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ, അതിന്റെ ഫസ്റ്റ് പ്രൈസ് വിന്നേഴ്സ് എല്ലാം എക്സിബിറ്റ് ചെയ്യണം. അങ്ങനെ TDM ഹാളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ക്യാമ്പ് ചെയ്തിരുന്ന P. വിജയൻ എന്ന് പറഞ്ഞ ഡയറക്ടറും കാർമ ജോണിയൊക്കെ ഇതൊന്ന് കണ്ട് അങ്ങനെ അവരോട് വരാൻ നമ്മൾ ട്രൈ ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനവർ അതൊരു തോണിക്കാരൻ്റെ റോളാണ്. പക്ഷെ അവരുടെ ഉദ്ദേശം മുഴുവൻ അതെ, അത് ഈ ശിവാജി സത്യനൊക്കെ ഒന്ന് കാണിക്കാന്നുള്ളതാണ്. അപ്പൊ അതിനൊരു സിറ്റുവേഷൻ അവർ എഴുതി ഉണ്ടാക്കിയിട്ട് അത് കാണിപ്പിച്ചു. ഭയങ്കര ക്ലാപ്സ് എഴുതിയിരുന്നു. അങ്ങനെ പതുക്കെ വന്നാണ്. പക്ഷെ ഞാൻ ഒരു നല്ല ആക്ടർ ആകണമെന്ന് തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ ആദ്യം മുതലുള്ളത്. അല്ലെ എൻ്റെ സങ്കല്പത്തിലൊരു ഡയറക്ടറോ അല്ലെങ്കിൽ എൻ്റെ സങ്കല്പത്തിലൊരു കോമഡി ആക്ടറും കൂടി ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ കമലഹാസൻ പറഞ്ഞതായിട്ട് അറിവുണ്ട്, നിങ്ങളുടെ ഒന്നാന്തരം ഒരു നടനെ അദ്ദേഹത്തിൻ്റെ കോമഡിയെ നിങ്ങൾ തിരിച്ചറിയാതെ പോകുന്നു എന്ന് വർഷങ്ങൾക്ക് മുമ്പ് കമലഹാസൻ സാറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കൊമേഡിയൻ ഉള്ളിലുണ്ട് എന്ന് തിരിച്ചറിയുന്ന എപ്പോഴാണ്? ആദ്യമൊക്കെ മുഴുവൻ ഈ മസിലുള്ള ഈ ഒരു സ്റ്റണ്ട്മാൻ്റെ ഒരു വേഷം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിപ്പോൾ യാദൃച്ഛികമാണ്. അത് ശരിക്കും അത് കോമേഡിയൻ ആണെന്ന ആള് തോന്നി എന്നെ അഭിനന്ദിച്ച പടം കിരീടത്തിൽ ഇങ്ങനെ ഹൈദ്രോസ് ലോഹിദാസാണ് തോന്നുന്നത് അതിനെ റെക്കമെൻഡ് ചെയ്തത്. CBI ചെയ്ത പടം ഞാനത് അഭിനയിച്ചിട്ടിരിക്കുമ്പോൾ ഒരു കോമഡി ആയിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല. ഞാൻ സീരിയസ് ആയിട്ട് ചെയ്തതാണ് കോമഡി. അതിൽ കോമഡി ഞാൻ സീരിയസ് ആയിട്ട് ചെയ്തതാണ്. അവിടെ മുതൽ പിന്നെ വരുന്നതെല്ലാം കോമഡി ക്യാരക്ടേഴ്സാണ്. അപ്പൊ ഞാൻ നോക്കിയാൽ എന്നാൽ പിന്നെ ഒന്ന് ഇറക്കലേ അത് വിചാരിച്ചു. അപ്പൊ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ ബലാത്സംഗവും ഫൈറ്റും ഇടിയായിട്ട് നടക്കുന്ന വില്ലനെ ഒറ്റ പടം കൊണ്ട് കൊമേഡിയനാക്കി മാറ്റാൻ സാധിക്കും. പെട്ടെന്ന് സ്നേഹം വരുന്നു. അതാണ് ഈ കഥാപാത്രങ്ങളുടെ ശരിക്കും ആൾക്കാരുടെ ഇടയിൽ ആ ഒരു എന്ത് പറഞ്ഞ കുറച്ചും കൂടെ ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെ തോന്നി തുടങ്ങിയില്ലേ? അതെ, കൊമേഡിയിലാണ് ആയിട്ടുള്ളത്. അല്ലെങ്കിൽ ചില ആൾ നമ്മളെ കണ്ട് നോക്കിയില്ല. ഇതിപ്പോ കാണുന്നതിന് മുമ്പ് ചിരി വരും, അവർക്ക് ചിരിച്ചു പോകും. അപ്പൊ ഞാൻ ആദ്യം എന്നെ കളിയാക്കണമെന്ന് തോന്നും. പക്ഷെ അവർ ചിരിക്കുന്നതിന് എന്താ സത്യമാണ്, അവർ കണ്ടിട്ടുള്ള പടം ഇഷ്ടം കൊണ്ട്